വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ജന്മനാടായ ആലപ്പുഴയിൽ. നിലവിൽ യാത്ര കരുവാറ്റ പിന്നിട്ടു. തിരക്കു കാരണം നിശ്ചയിച്ചതിൽ നിന്നും വളരെ വൈകിയാണ് വിലാപയാത്ര ഇപ്പോൾ കടന്നുപോകുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30ഓടെയാണ് ദർബാർ ഹാളിൽ നിന്ന് തലസ്ഥാനത്തിന്റെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി വിലാപയാത്ര ആരംഭിച്ചത്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അനുഗമിക്കുന്നുണ്ട്. റോഡിന് ഇരുവശവും വൻ ജനക്കൂട്ടമാണ് പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ തടിച്ചുകൂടുന്നത്. ആദ്യം പുന്നപ്രയിലെ വീട്ടിലെത്തിക്കുന്ന ഭൗതികദേഹം പിന്നീട് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് ആലപ്പുഴ ബീച്ചിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ടാകും. വൈകിട്ട് വലിയ ചുടുകാട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. ആലപ്പുഴ DC-യിൽ നിന്നും B. ശ്രീകുമാർ ചേരുകയാണ്. ശ്രീകുമാർ, പിറന്ന മണ്ണിൽ സ്വന്തം തട്ടകത്തിൽ അവസാനമായി VS എത്തുകയാണ്. തങ്ങളുടെ പ്രിയ സഖാവിനെ കാണാൻ ആലപ്പുഴ DC ഓഫീസിലും അണമുറിയാത്ത ജനപ്രവാഹം തന്നെയല്ലേ? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ DC ഓഫീസിന് മുന്നിൽ നിന്നുള്ള നീണ്ട നിരയാണ്. അങ്ങ് റോഡ് മുതൽ ഇങ്ങ് DC ഓഫീസ് വരെ നീണ്ട നിരയാണ്. അത് ഈ ആലപ്പുഴക്കാർ മാത്രമല്ല ഇവിടെ എത്തിയിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ നിന്നും VS-നെ സ്നേഹിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. അവർ രക്തപുഷ്പങ്ങളും രക്തഹാരങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു പ്രിയപ്പെട്ട നേതാവിന് അന്തിമാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നത്. ചേട്ടാ, എവിടുന്നാ വരുന്നത്? വയനാട്ടിൽ നിന്നാണ് വരുന്നത്. എപ്പോ എത്തിയായിരുന്നു? ഞങ്ങൾ ഇന്നലെ രാത്രി പുറപ്പെട്ടതാണ്. ഇന്ന് രാവിലെ ഇവിടെ എത്തി. ഈ VS-ന് ഇത്രയും ദൂരത്തുനിന്ന് പോലും അവസാനമായിട്ടൊന്ന് കാണാൻ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിലുള്ള ആളാണ്. പിന്നെ VS എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു പൊതുസ്വത്താണ്. ഷാവിന്റെ ഓർമ്മ എന്ന് പറയുന്നത് ജനകീയമായ ഇടപെടൽ, സാധാരണക്കാരിൽ സാധാരണക്കാരനായി അതിൽ നിന്ന് ഉയർന്നു വന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയായി, പിന്നെ CPM-ന്റെ സെക്രട്ടറിയായി ഉന്നതങ്ങളായിട്ടുള്ള പദവികൾ വഹിച്ചു. അപ്പോഴൊക്കെ തന്നെ ജനകീയമായിട്ടുള്ള ബന്ധപ്പെടലുകളും ഇടപെടലുകളും നടത്തിയിട്ടുള്ള മഹാനായ ഒരു സഖാവാണ് VS. ഒരു വികാരമാണല്ലേ? VS ഒരു വികാരമാണ്. ഏത് ചെറിയ കുട്ടികൾക്കും വളരെ ലളിതമായി ഇടപെടാൻ പറ്റുന്ന ഒരു നേതാവായതുകൊണ്ടാണ് ഇത്രയും ജനസഞ്ചയം ഇവിടെ കാണുന്നതും. ഈ കുരിച്ചെടുത്ത മഴയത്ത് ഇപ്പൊ മഴ ലേശം കുറവുണ്ട്, എന്നാൽ പോലും ചൂടിനൊക്കെ മാറ്റിക്കൊണ്ട് ജനങ്ങൾ ഇത്രയും ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ എവിടെ നിന്ന് വരുവാണ്? കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ സഖാക്കളാണല്ലേ? എങ്ങനെയാണ് VS-ഉം കണ്ണൂരുമായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധം നിങ്ങളുമായിട്ടുള്ള? നേരത്തെ കണ്ടിട്ടുണ്ട്, VS-നെ അടുത്ത് കണ്ടിട്ടുണ്ട്. 2009 ഞങ്ങൾ പേരാരി വന്നിട്ടുണ്ട്. അന്നേ നമ്മൾ ഇതുപോലെ ഇവിടെ വരെ എത്തിച്ചേർന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. രാത്രി റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഞങ്ങൾ രാവിലെ 6 മണിക്ക് എത്തി. 3 കിലോമീറ്ററിനപ്പുറം വണ്ടി വെച്ച് നടന്നു വന്നെയാണ്. എന്തായാലും കണ്ടിട്ടേ പോകും. VS നേരത്തെ പറഞ്ഞതുപോലെ തന്നെ VS പൊതുമണ്ഡലത്തിൽ നിന്നും ഒന്ന് മാറി നിന്നിട്ട് 5-6 വർഷമായെങ്കിൽ പോലും ഇപ്പോഴും VS-നുള്ള സ്വീകാര്യത അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇവിടെ DC ഓഫീസിന് മുന്നിൽ നേരത്തെ ഒരു 9 മണിക്ക് ശേഷം ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിൽ പോലും സമയക്രമങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്. കാരണം ഈ ജനങ്ങളുടെ ആ സ്നേഹവായ്പിന് മുന്നിൽ മൗനനായിട്ടാണെങ്കിൽ പോലും VS ഇതെല്ലാം കാണുന്നുണ്ട്. VS ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അന്തിമ അഞ്ജലി അർപ്പിക്കണം, അന്തിമോപചാരം അർപ്പിക്കണം. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ DC ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ ഈ DC ഓഫീസും അതുപോലെ തന്നെ പൊതുദർശനം നടക്കുന്ന ആലപ്പുഴയിലെ കടപ്പുറത്തും അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. വലിയ ചുടുകാട്ടിലാണ് VS അന്ത്യവിശ്രമം കൊള്ളുക. അതിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. പുന്നപ്ര വേല രക്തസാക്ഷികളും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന തൊട്ടടുത്ത് തന്നെയാണ് VS-നും അന്ത്യവിശ്രമം ഒരുക്കുക. അതിന്റെയും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ആലപ്പുഴയുടെ ഒരു വലിയൊരു എല്ലാവരുടെയും മുഖത്ത് നമുക്കാണെങ്കിൽ അത്ര വികാര വായ്പോടുകൂടി തന്നെയാണ് VS-ന് യാത്രാമൊഴി നൽകുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:15 പുറപ്പെട്ട വിലാപയാത്ര മണിക്കൂറുകളെടുത്ത് ഓരോ പോയിന്റും കടക്കാനായിട്ട്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ 27 പോയിന്റും ശ്രീകുമാർ, ആലപ്പുഴ DC ഓഫീസിലും വൻ ജനാവലിയാണ് VS-നെ കാത്തുനിൽക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ DC ഓഫീസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്.